വാഹന വ്യൂഹം പൂളാടിക്കുന്നിൽ എത്തിക്കഴിഞ്ഞു. പുള്ളിക്കാട് നിന്ന് ജംഗ്ഷനിൽ അന്ത്യയാത്രാമൊഴി നൽകാൻ ഒരുപാട് ആളുകൾ തളിച്ചുകൂടിയിരിക്കുന്നു. ഷഹദ് റഹ്മാൻ. എസ്കെൻ, ഇപ്പോൾ ഇത് മൃതദേഹം ഈ പൂളാടിക്കുന്ന് ജംഗ്ഷനിലേക്ക് വരികയാണ്. അതായത് ഇന്നലെ രാത്രിയോടുകൂടി പുറപ്പെട്ട അർജുൻ്റെ മൃതദേഹം അർജുൻ്റെ ജന്മനാടായിട്ടുള്ള പൂളാടിക്കുന്ന് കക്കോടി മേഖലയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ അകമ്പടിയുണ്ട്. ഒപ്പം തന്നെ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനും ഇതിനെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, അതായത് പൂളാടിക്കുന്നിൽ രാവിലെ 6 മണിയോടുകൂടി തന്നെ ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഈ പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ വലിയ രീതിയിൽ ആളുകൾ, അതിൽ പ്രായഭേദമന്യേ എല്ലാവരും, അതായത് സ്ത്രീകളും കുട്ടികളും പ്രായമായ ആളുകളും അങ്ങനെ നാനാ ദിക്കിൽ നിന്നും വന്ന ആളുകൾ, ഒപ്പം തന്നെ ഇത്തരത്തിൽ അർജുൻ്റെ മൃതദേഹം ഇതുവഴിയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കി ദൂരെ വഴിക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അത്രയും വാഹനങ്ങൾ നിർത്തി അർജുന് അവസാനമായിട്ട് അന്തിമോപചാരം അർപ്പിക്കാനായി ഇപ്പോൾ ഈ പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആംബുലൻസിനെ നമുക്ക് കാണാം. ആംബുലൻസ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അർജുൻ ഇപ്പോൾ നമ്മുടെ കൺമുന്നിലുണ്ട്. ഇതുപോലെ അർജുനെ നമ്മൾ ഒരു നോക്ക് കാണുവാൻ വേണ്ടി, അല്ലെങ്കിൽ അർജുനെ ജീവനോടെ ഇതുപോലെ കാണുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആ ശ്രമം അല്ലെങ്കിൽ ആ കാത്തിരിപ്പ് അതെല്ലാം തന്നെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ചേതനേറ്റ ശരീരവുമായി കർണാടകത്തെ കാർവാർന്ന് യാത്ര തിരിച്ച ഈ വാഹനമാണ് ഇപ്പോൾ പൂളാടിക്കുന്നിലെത്തിയിരിക്കുന്നത്. ജനസഹസ്രങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു നോക്ക് കാണാൻ, ഒരു യാത്രാമൊഴി നൽകാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഓടിയെത്തിയിരിക്കുന്ന ഈ ജനസാഗരമാണ് ഒരുപക്ഷെ മലയാളി സമൂഹത്തിന് ഏറ്റവും വലിയ കരുത്തെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവനായ അർജുൻ മാറിയിരിക്കുന്നു. 72 ദിവസങ്ങളിൽ ഈ വെള്ളത്തിൻ്റെ അഗാധങ്ങളിൽ എവിടെയോ മുങ്ങിക്കിടക്കുകയായിരുന്ന അർജുൻ്റെ ചേതനയേറ്റ ശരീരവുമായിട്ട് കർണാടകത്തിലെ കാർവാർ തിരിച്ച വാഹന വ്യൂഹമാണ് ഇപ്പോൾ പൂളാടിക്കുന്നിൽ എത്തിയിരിക്കുന്നത്. പൂളാടിക്കുന്നിലെ ജനസഹസ്രങ്ങൾ വകഞ്ഞു മാറ്റി ഈ ആംബുലൻസ്, ഒരുപക്ഷെ അർജുൻ ഒരു കാലത്ത് വളരെ ആയാസമില്ലാതെ വണ്ടി ഓടിച്ച അതേ രാജപാതയിലൂടെ ഇപ്പോൾ പൂളാടിക്കുന്ന് വഴി അതേ അർജുൻ്റെ ചേതനയേറ്റ ശരീരവുമായി ഈ വാഹനവ്യൂഹം യാത്ര ചെയ്യുകയാണ്. മരണത്തിന് കീഴടങ്ങിയ അർജുൻ ഒരുപക്ഷെ നമ്മോട് വിളിച്ചു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു നാടിൻ്റെ മുഴുവൻ സ്വത്തായി അർജുൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നാടിൻ്റെ തേങ്ങുന്ന ഹൃദയമായി അർജുൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ജൂലൈ 16-ാം തീയതിയാണ് ഈ കർണാടകത്തിലെ ഷിരൂരിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഈ മണ്ണിടിച്ചിലിൻ്റെ ഹൂങ്കാര ശബ്ദത്തിൽ തകർന്നുപോയ ഈ ചെറുപ്പക്കാരൻ ലോറിയുമായി ഈ മണ്ണിൽ തകർന്നു പോവുകയും ഗംഗാവലി പുഴയിൽ വീഴുകയാണ് ഉണ്ടായത്. 4 ദിവസങ്ങൾ കഴിയുമ്പോൾ കർണാടകത്തിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും സൈന്യത്തെ വിളിക്കണമെന്നും ആവശ്യപ്പെട്ടൊരമ്മ ഈ കർണാടകത്തിലെ വീട്ടിൽ ഈ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുടുംബം മുഴുവൻ പ്രധാനമന്ത്രിക്ക് വരെ കത്തയച്ചു. അതിനെ തുടർന്നാണ് ഇതുവരെ സമാനതകളില്ലാത്തൊരു തെരച്ചിൽ അർജുനും അർജുൻ്റെ ലോറിക്കും വേണ്ടി നടന്നത്. ഇപ്പോൾ നമ്മുടെ മുഴുവൻ ജനങ്ങളെയും കണ്ണീരിൻ്റെ ലോകത്തേക്ക്, ഒരു കണ്ണീർ പാടത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് ആ വാഹന വ്യൂഹം കാർവാറിൽ നിന്ന് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം കണ്ണാടിക്കലിലേക്ക് ഈ ആംബുലൻസ് ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. അർജുൻ്റെ ജീവിതം കൊണ്ട്, ഒരുപക്ഷെ അർജുൻ്റെ സാന്നിധ്യം കൊണ്ട്, അർജുൻ്റെ അപാരമായ കഠിനാധ്വാനം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ആളുകളെ വിസ്മയിപ്പിച്ച ആ കണ്ണാടിക്കലെ അതേ ഗ്രാമത്തിലേക്ക് ഈ വാഹനം ഓടിക്കൊണ്ടേയിരിക്കുന്നു. അർജുൻ സഞ്ചരിച്ച വഴികളിലൂടെ ചേതനയേറ്റ ശരീരവുമായി പോകുന്ന ഒരുപക്ഷെ ഈ വാഹനമായിരിക്കും ഇന്ന് ഈ കർണാടകയിൽ ഏറ്റവും വലിയ കണ്ണീർ കണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വാഹനത്തെ അനുഗമിക്കുന്ന കാർവാർ MLA ഉണ്ട്, ഈശ്വർ മാൽപ്പയുണ്ട്. നമ്മളെ സ്നേഹിച്ച, ഈ മനുഷ്യന് ഈശ്വരൻ്റെ അവതാരമെടുക്കും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളെ ഏറ്റവും സ്നേഹിച്ച ആളുകളാണ് ഇന്നിപ്പോൾ ഈ വാഹന വ്യൂഹത്തെ അനുഗമിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അർജുൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യർ അർജുന് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങൾ അർജുൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ ചേതനയേറ്റ് കിടക്കുമ്പോഴും വെള്ളത്തിന് പുറത്ത് ഈ നാട് മുഴുവൻ അർജുന് വേണ്ടി വിലപിക്കുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഈ വാഹന വ്യൂഹം ഓടിയെത്തുമ്പോൾ ഒരിക്കലും പെറ്റ കുഞ്ഞിന് ശവം മടിയിൽ വെച്ച് കരയുന്ന പെറ്റമ്മ തൻ കണ്ണുനീരാണ് ഞാൻ എന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കൊണ്ട് പറയിച്ചതുപോലെ ആ പെറ്റമ്മയുടെ കണ്ണീരിലേക്കാണ് ഈ വാഹന വ്യൂഹം ഓടിച്ചു ചെല്ലുന്നത് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ഒരു സങ്കടക്കടലിലേക്ക് അമ്മ വീണിട്ടേണ്ട 74 ദിവസങ്ങളായി. ഒരുപക്ഷേ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ വീടിൻ്റെ സൂര്യനായിരുന്നു. ആ സൂര്യനാണ് കർണാടകത്തിലെ ഷിരൂരിൽ അസ്തമിച്ചു പോയത്. അകാലത്തിൽ അസ്തമിച്ചു പോയ ഈ സൂര്യൻ്റെ ചേതനയേറ്റ ശരീരവുമായി ഈ വാഹനവ്യൂഹം കർണാടകത്തിലെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് ഓടിച്ചു കയറുമ്പോൾ നമുക്കൊരുപക്ഷേ നഷ്ടപ്പെട്ടു പോയത് ഈ നാട്ടിൽ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. അകാലത്തിലെ തന്നെ
വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ നായകത്വവും ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തൊരു ചെറുപ്പക്കാരൻ്റെ അന്ത്യയാത്രയുടെ ചടങ്ങുകളുടെ അവിസ്മരണീയമായ നിമിഷങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. VIP-യുടെ പരിവേഷമില്ലാതെ അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ കടന്നു കയറിയിട്ടില്ലാത്ത ഒരു സാധാരണ ലോറി ഡ്രൈവറുടെ വിലാപയാത്രയുടെ ഏറ്റവും വലിയ മഹിമ നിറഞ്ഞ നിമിഷമാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷേ ഈ മലയാളി ജനസമൂഹത്തിന് മാത്രം അർപ്പിക്കാൻ കഴിയുന്ന അന്ത്യാഞ്ജലിയുമായിട്ടാണ് ഈ വാഹനവ്യൂഹത്തെ അവർ എതിരേൽക്കാൻ പോകുന്നത്. ഈ വാഹനവ്യൂഹം കടന്നു വന്ന വഴികളെല്ലാം തന്നെ കണ്ണീർ പുഷ്പങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ ഈ വാഹനങ്ങൾ എതിരേറ്റത്. തടിച്ചുകൂടി നിൽക്കുന്ന ജനാവലിയെ ഇരമ്പി മാറ്റി ഒരുപക്ഷെ ഈ ആംബുലൻസ് ഈ കണ്ണാടിക്കലിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ കണ്ണാടിക്കൽ കാണാൻ കൊതിക്കാത്ത കാഴ്ചയ്ക്കായിരിക്കും കാണുക. അമ്മയും ഭാര്യയും ആ കുഞ്ഞും അയാൻ എന്ന് പറയുന്ന കുട്ടിയും ഒക്കെ തന്നെ താൻ വാങ്ങിവെച്ച ഈ കുഞ്ഞു ലോറിയുടെ കളിപ്പാട്ടവുമായി മടങ്ങി വരുന്ന പിതാവിനെ കാത്തിരുന്ന ആ കുഞ്ഞു മനസ്സിലേക്ക് ഒന്നും അറിയാത്ത പ്രായത്തിൽ അച്ഛൻ്റെ ചേതനയേറ്റ ശരീരം കാണാനുള്ള ദൗർഭാഗ്യം ആ കുഞ്ഞിനുണ്ടാകുന്നു എന്നുള്ളതൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു.